പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത്. അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ചതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സഹായകനായി ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പാപ്പാ, പോയ രാത്രികാലവും അങ്ങ് ഞങ്ങളെ കരുതി, അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു, നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവെ അങ്ങ് കൃപ തന്നല്ലോ. അതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഈ പകൽക്കാലം യഹോവ നിസ്സി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ റാഫ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നല്ല ഇടയൻ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ ഫേവറിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ ഗ്രേസിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ ആ കൃപകളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 33-ാം സങ്കീർത്തനം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് ആമേൻ നേരുള്ളവർക്ക് ഉചിതമല്ലോ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് പരിപാലിച്ച വിധങ്ങൾ, കർത്താവ് സൂക്ഷിച്ച വിധങ്ങൾ, കർത്താവ് നമ്മളെ സംരക്ഷിച്ചത് എല്ലാത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായിട്ട്. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ പ്രഭാതം അപ്പ ഒരുക്കി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണമേ. അങ്ങയുടെ ഗ്രേസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യത്തിലും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും നസറനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ആമേൻ. ശരീരത്തിൽ എവിടെയാണെങ്കിലും ആ രോഗത്തിൻ്റെ ഇൻഫ്ലുവൻസുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. രോഗശക്തികൾ ഇപ്പോൾ നിർജീവമായി പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആരോഗ്യവും സ്വസ്ഥതയും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവിക വിടുതലുകളെ ഉണ്ടാകണമേ. കർത്താവേ, റെൻ്റ് കൊടുക്കാൻ മാർഗമില്ലാത്തവർ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാത്തവർ, ഇന്ന് പ്രഭാതം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ പ്രൊവിഷൻ ഓപ്പൺ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് അനുസൃതമായ ചില വാതിലുകളെ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവിക കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചില മിറക്കിൾസ് നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടുമുള്ള അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു. ആമേൻ. എല്ലാ മീറ്റിങ്ങുകളെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി നമുക്ക് മീറ്റിംഗ് നാളെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിശ്ചയമായിട്ടും അനുഗ്രഹമായി തീരും കേട്ടോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യം, റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം ഇന്ന് പ്രഭാതത്തിൽ
നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് പറയാം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. 2 പ്രാവശ്യം പറഞ്ഞേ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരിക്കലൂടെ പറഞ്ഞേ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഇനി നമുക്കിങ്ങനെ പറയാം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അതേ ശക്തിയോടുകൂടെ എന്നിൽ പ്രവർത്തിക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അതേ ശക്തിയോടുകൂടെ എന്നിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ആത്മാവ് വന്നു പോയിക്കൊണ്ടിരുന്നു. ആത്മാവ് എല്ലാവരുടെ മേലും ഇല്ല. മോശയുടെ മേലുണ്ടായിരുന്നു, ജോഷുവയുടെ മേലുണ്ടായിരുന്നു. വിളിയുള്ളവരുടെ മേൽ ആ വിളി പൂർത്തീകരിക്കുവാൻ വേണ്ടി ആത്മാവ് വന്ന് വസിക്കുകയും അല്ലെങ്കിൽ ആത്മാവ് അവരുടെ മേൽ വരികയും അവരിലൂടെ അവർ ചെയ്യേണ്ട പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനെ ചുമക്കുന്നവരായിത്തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുക, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കണം. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ ആ പ്രയോജനം നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആരോഗ്യം തന്നെ വർദ്ധിച്ചു വരും, നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ വർദ്ധിച്ചു വരും. കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ വസിക്കും. അതുകൊണ്ടാണ് യേശു മർക്കോസ് 16:17 പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഇനി പറഞ്ഞു, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. എന്നാ വിഷം, പോയിസൺ പോലും നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് നിർജീവമായി പോകും. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ അവൻ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനാണ്. നമുക്ക് ഓർമ്മയുണ്ടോ, അപ്പോസ്തലപ്രവൃത്തി പറയുന്നു, പൗലോസിൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങിക്കിടക്കുക. പൗലോസ് അതിനെ കൂളായിട്ട് കുടഞ്ഞു കളയുന്നു. കാരണം എന്നാ, തൻ്റെ ഉള്ളിലുള്ള ജീവൻ ആ വിഷത്തെ നിർജീവമാക്കുന്നത്. ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അന്ന് വലിയ പകർച്ചവ്യാധി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പകർച്ചവ്യാധി വന്നവരുടെ തുപ്പലുകൾ കയ്യിൽ വെച്ച് പരീക്ഷണം നടത്തി നോക്കുമ്പോൾ ആ അണുക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് നിർജീവമായി പോവുകയാണ്. അതാണ് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഇന്ന് വിശ്വസിക്കണം, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ജീവനാ വ്യാപരിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കത് ആക്ടിവേറ്റ് ആയി കിട്ടാതെ? നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നത് കൊണ്ട്, നമ്മൾ വേർപെടേണ്ടിടത്തുനിന്ന് വേർപെടാതെ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നും മാറി വേർപെടേണ്ടിടത്തോടൊന്ന് വേർപെട്ട് ജീവിത വിശുദ്ധി സൂക്ഷിക്കാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറ്റവും വ്യത്യസ്തമായി തീരും, അസാധാരണമായി തീരും, മഹത്തരമായി തീരും. അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ വെറും ഒരു ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ ദൈവിക ആരോഗ്യം ഒഴുകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ സൗഖ്യത്തോടെ ഇരിക്കുക മാത്രമല്ല ദൈവിക ആ പദ്ധതി എന്ന് പറയുന്നത്. നമ്മളിലൂടെ ദൈവിക സൗഖ്യം ഒഴുകുക കൂടെ ചെയ്യണം. നമ്മളിലൂടെ ദൈവിക സൗഖ്യം മറ്റുള്ളവരിലേക്ക് ഒഴുകണം. പത്രോസിൻ്റെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. പൗലോസിൻ്റെ തുവാലയും കുപ്പായവും ഒക്കെ കൊണ്ടിടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അതെന്താ? ഓവർഫ്ലോയിങ് ഹെൽത്താണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സന്ദേശം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ആ ഒരു ഓവർഫ്ലോയിങ് ഹെൽത്തിലേക്ക് കർത്താവ് കയറ്റട്ടെ. അതായത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ മാത്രം ഒതുങ്ങുകയല്ല, നമ്മളിലൂടെ അനേകരിലേക്ക് പകരപ്പെടട്ടെ. നമ്മൾ മുഖാന്തരം അനേകർ സൗഖ്യമാകുവാൻ ഇടവരട്ടെ. ആദിമസഭയിൽ നിഴലടിച്ച് സൗഖ്യമായെങ്കിൽ അതുപോലെ വലിയ വ്യത്യസ്തമായ വിടുതലുകൾ നമ്മളിലൂടെ സംഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ആഫ്രിക്കയിൽ പാസ്റ്റർ അടിപോയി ഇരുന്ന ചെയറിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ആരെങ്കിലും മറ്റുള്ളവർ വന്നിരിക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട്, നിഴലടിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായ രോഗസൗഖ്യം നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുക മാത്രമല്ല, നമ്മളിലൂടെ അനേകർ ദൈവിക ആരോഗ്യത്തിലേക്ക് വരികയും ചെയ്യുമാറാകട്ടെ. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കുക, നിരന്തരം പറയുക, യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് നിരന്തരം പറയുക. അതുമാത്രമല്ല, അത് പറയുകയും അത് നമ്മളിലൂടെ ഒഴുകുകയും ചെയ്യുന്നത് നമ്മൾ വിശ്വാസക്കണ്ണാൽ കാണണം. 3, നമ്മൾ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, ജീവിത വിശുദ്ധി സൂക്ഷിക്കുക, വേർപെടേണ്ടിടത്തുനിന്ന് വേർപെട്ട് ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ
അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ഇന്നത്തെ പ്രഭാത സന്ദേശം ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, ഇന്നത്തെ പകൽക്കാലം ഒരു 7 പ്രാവശ്യമെങ്കിലും കേൾക്കണം. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. നിങ്ങൾ ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കുവാൻ ഇത് നിങ്ങൾക്ക് മുഖാന്തരമായി തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഗോഡ് ബ്ലസ് യു. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you, God bless you, God bless you.